ഹലോ എവ്രി വൺ. അർബൻ എക്കണോമിക്സിൻ്റെ ഫോർത്ത് മൊഡ്യൂളായിട്ടുള്ള അർബനൈസേഷൻ ഇൻ ഇന്ത്യയുടെ സെക്കൻഡ് പാർട്ട്, അതായത് ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ നമ്മൾ അതായത് ഒരു 6ഓളം പോളിസീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി 7ാമത്തെ പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സ്കീം ഫോർ സ്മോൾ ആൻഡ് മീഡിയം ടൗൺസ്. അതായത് ഈ സ്മോൾ ആൻഡ് മീഡിയം ടൗൺസിലുള്ള പട്ടണങ്ങൾക്കായിട്ടുള്ള ഒരു നഗരത്തിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയാണ് 2005 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ സ്മോൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മീഡിയം ആയിട്ടുള്ള പട്ടണങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സ്കീമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നഗരങ്ങളെയും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെയും ഒക്കെ തന്നെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു 2005 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സ്കീം ഫോർ സ്മോൾ ആൻഡ് മീഡിയം ടൗൺസ് എന്ന് പറയുന്ന സ്കീം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നല്ല റോഡുകൾ, ജലവിതരണ സംവിധാനങ്ങൾ, വൈദ്യുതി, അങ്ങനെ മറ്റ് ആവശ്യമുള്ള സേവനങ്ങളൊക്കെ തന്നെ ഡെവലപ്പ് ചെയ്യുകയും നഗരങ്ങളെ ഇതിന് വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു 2005 വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു സ്കീമിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ കീ പോയിൻറ്റ്സിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മേജറായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നഗരങ്ങളെ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആക്കുക, അവിടെ താമസിക്കുന്നവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഈ ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നഗരങ്ങളിലുള്ള റോഡുകൾ, ജലവിതരണം, വൈദ്യുതി തുടങ്ങി നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇനി ഹൂ ഇറ്റ് ഹെൽപ്ഡ്, അതായത് ഇത് ആരെ സഹായിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വലിയ നഗരങ്ങൾക്ക് ഇപ്പോൾ JNNURM എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രോഗ്രാം എന്ന് നമുക്ക് പറയുന്ന പോലെ ആ ഒരു സ്കീം വഴി സഹായം ലഭിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഈ ഒരെണ്ണം എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഒരു സ്കീം എന്ന് പറയുന്നത് ചെറുതും വലുതും അല്ലെങ്കിൽ ചെറുതും ഇടത്തരവുമായിട്ടുള്ള പട്ടണങ്ങളിലാണ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ സ്മോൾ ആൻഡ് മീഡിയം സൈസിലുള്ള ആ ഒരു പട്ടണങ്ങൾ എന്ന് പറയുന്നത് മെച്ചപ്പെട്ട സൗകര്യം ലഭിച്ചു. അതായത് മറ്റൊന്നിനെ സംബന്ധിച്ച് അതെന്താണ് വലിയ പ്രോഗ്രാംസിന് വേണ്ടിയിട്ടായിരുന്നു, ഇതിനെ സംബന്ധിച്ച് എന്താണ് ഇത് ചെറിയ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ തരത്തിലുള്ള ഡെവലപ്മെൻ്റ് ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് കമ്പൈനിങ് എഫേർട്സിനെ കുറിച്ചിട്ടാണ്. അതായത് UIDSSMT എന്നാണ് അത് നമ്മളെ ഷോർട്ട് ഫോമാക്കി പറയുക. അപ്പോൾ പട്ടണങ്ങളുടെ വികസനത്തിന് സഹായിച്ചിരുന്ന പലതരത്തിലുള്ള പദ്ധതികളെയൊക്കെ തന്നെ ഇത് എന്ത് ചെയ്തു, കൂട്ടി യോജിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, എല്ലാവരും കൂടി ഒരുമിച്ച് ഒരേ ഒരു എയിമിലേക്ക് പോവാണ്. നഗരങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പദ്ധതികളൊക്കെ തന്നെ പ്ലാൻ ചെയ്യുന്നതിനും അതൊക്കെ നടപ്പിലാക്കുന്നതിനും ഈ ഒരു കോർഡിനേഷൻ എഫേർട്ട് വളരെയധികം എളുപ്പമാക്കി എന്നാണ് പറയുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് എൻകറേജിങ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചിട്ടാണ്. അതായത് പ്രോത്സാഹനത്തിലുണ്ടാവുന്ന പങ്കാളിത്തം. സോ നഗരത്തിലുണ്ടാവുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ മികച്ചതാക്കാൻ വേണ്ടിയിട്ട് സർക്കാരുകൾ എന്ത് ചെയ്തു, സ്വകാര്യ കമ്പനികളെ ഉൾപ്പെടുത്താൻ വേണ്ടി പദ്ധതി കൊണ്ടുവന്നു. അങ്ങനെ ഇവർ ഒരുമിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പല പ്രൊജക്ട്സും വളരെ വേഗത്തിലും അതുപോലെ തന്നെ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് നടക്കുമെന്ന് അവർ വിശ്വസിച്ചു. പ്രധാന മേഖലകൾ, അതായത് ഇത് ഏതൊക്കെ സെക്ടേഴ്സിലാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. നല്ല റോഡുകൾക്ക് വേണ്ടിയിട്ട്, ശുദ്ധജലത്തിന് വേണ്ടിയിട്ട്, വൈദ്യുതി, ആളുകൾക്ക് എളുപ്പത്തിൽ എത്താവുന്ന രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട്, അങ്ങനെ നഗരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ എന്താണ് നമ്മൾ ഈ പറയുന്ന UIDSSMT 2005 വന്നിട്ടുണ്ടായിരുന്ന അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സ്കീം ഫോർ സ്മോൾ ആൻഡ് മീഡിയം ടൗൺസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ ഓരോ നഗരങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ബേസിക് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഇമ്പ്രൂവ് ചെയ്യുകയും അവരെ ഡെവലപ്പ് ചെയ്യുക, അവരെ ഗ്രോത്തിലേക്ക് എത്തിക്കുക, എഫിഷ്യൻ്റ് ആക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് 7th വണ്ണിൽ 2005 വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു സ്കീമും. 8th വൺ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ഹൗസിംഗ് ആൻഡ് സ്ലം ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. നമുക്ക് ഈ ഒരു വാക്കിലൂടെ തന്നെ മനസ്സിലാവും, സ്ലം ഡെവലപ്മെൻറ്റ് ആൻഡ് ഹൗസിംഗ്, ഇത് നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് ഹൗസിംഗ് ആൻഡ് സ്ലം ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം IHSDP മസ്റ്റായിട്ട് പഠിക്കണം കേട്ടോ, കാരണം 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇത് പലപ്പോഴും, അതായത് ഇപ്പോൾ ശരിയായിട്ടുള്ള ഒരു ഷെൽട്ടർ ഇല്ലാത്ത, ഒരു ബേസിക് ഫെസിലിറ്റീസ് ഇല്ലാത്ത നഗരത്തിൻ്റെ ചേരികളിൽ താമസിക്കുന്ന അവരുടെയൊക്കെ തന്നെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അത് ലക്ഷ്യമിട്ടിട്ടാണ് ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് ഹൗസിംഗ് ആൻഡ് സ്ലം ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ നഗരങ്ങൾക്കും അതുപോലെ എല്ലാ പട്ടണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് ഹൗസിംഗ് ആൻഡ് സ്ലം ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്.
ഇനി മേജറായിട്ടുള്ള കീ പോയിൻറ്റ്സിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇംപ്രൂവിങ് സ്ലംസ്, അതായത് ചേരികൾ മെച്ചപ്പെടുത്തുക എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് ശരിയായിട്ടുള്ള ഷെൽട്ടർ കൊടുക്കുക, വാട്ടർ, സാനിറ്റേഷൻ, റോഡ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബേസിക് ഫെസിലിറ്റീസ് ഒക്കെ തന്നെ നൽകിക്കൊണ്ട് സ്ലം ഏരിയാസിനെ കുറച്ചുകൂടി മികച്ചതാക്കുക എന്നുള്ളതായിരുന്നു IHSDPയുടെ പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത്. ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ അവരുടെ ആരോഗ്യം കുറച്ചുകൂടി വീണ്ടെടുക്കാനും കുറച്ചുകൂടി സുരക്ഷിതമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ തന്നെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു IHSDPയുടെ ഏറ്റവും വലിയൊരു എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രൊജക്റ്റിൻ്റെ റിലേറ്റ് ചെയ്തിട്ട്, അതായത് പ്രൊജക്റ്റ് ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത്, അതായത് പ്രൊജക്റ്റ് ബൈ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സ്ലമ്മിൻ്റെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം പദ്ധതികൾ കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു സ്കീമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഓരോ നഗരത്തിനും വേണ്ടത് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള സ്കീമാണ്. അതുപോലെ ഓരോ സ്ലം ഏരിയാസിനും വേണ്ടത് എന്താണോ അതിനനുസരിച്ചുള്ള സ്കീമുകൾ കൊണ്ടുവന്നു. ധനസഹായത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ IHSDPക്ക് ഈ ഒരു പദ്ധതിക്കുള്ള ധനസഹായം 80:20 എന്ന് പറയുന്നൊരു അനുപാതത്തിൽ, ഇപ്പോൾ കേന്ദ്ര സർക്കാരുകൾ 80% കൊടുക്കുമ്പോൾ 20% സംസ്ഥാന സർക്കാരും ഫണ്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ബെനഫിഷ്യറി പീപ്പിൾ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഭവന പദ്ധതികളിലൊക്കെ തന്നെ പ്രയോജനം നേടുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേരികളിൽ താമസിക്കുന്ന, അതായത് സ്ലമ്മിൽ താമസിക്കുന്ന ആളുകളാണ്. പക്ഷേ ഒരു പ്രൊജക്റ്റ് വഴി അവർക്കൊരു ഷെൽട്ടർ കിട്ടുകയാണ്, ഒരു വീട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അവരെന്ത് ചെയ്യണം, സംഭാവന നൽകണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു 12% എന്നൊക്കെ പറയാം, അതായത് പട്ടികജാതി പട്ടികവർഗം, അതായത് SC/ST വിഭാഗത്തിലുള്ളവർക്ക് 12% എങ്കിലും കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു പ്രൊജക്റ്റിൽ എന്താണ്, ഇവർ കൂടി പങ്കാളികളാണ്, ഇവരുടെയും കൂടി കാര്യമാണ് ഇവിടെ, അതായത് ഇവരുടെയും കൂടി പണമാണ് ഇതിൽ, അതായത് ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ് ഇവരും കൂടി എന്നുള്ളൊരു തോന്നലിന് വേണ്ടിയിട്ടാണ്, അതങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഒരു കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. അടുത്തത് ഓവറോൾ നമ്മൾ ഈ പറയുകയാണെങ്കിൽ IHSDP എന്ന് പറയുന്നത് ഗവൺമെൻറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ ആർക്കാണോ ഇത് കിട്ടുന്നത് അവരിൽ നിന്നൊക്കെ തന്നെ സംഭാവനയോട് കൂടിയിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ ഷെൽട്ടർ, ബേസിക് ഫെസിലിറ്റീസ് ഒക്കെ തന്നെ പ്രദാനം ചെയ്യുന്നതിലൂടെ നമ്മൾ ഈ പറയുന്ന സ്ലം ഏരിയാസിനെ കുറച്ചുകൂടി ആരോഗ്യകരവും അതുപോലെ തന്നെ കുറച്ചുകൂടി അവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള ഒരു ഇടങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് IHSDPയുടെ ഏറ്റവും വലിയൊരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇൻ്റഗ്രേറ്റഡ് ഹൗസിംഗ് ആൻഡ് സ്ലം ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതായത് ഷെൽട്ടർ കൊടുത്തുകൊണ്ട് സ്ലമ്മിനെ ഡെവലപ്പ് ആക്കുക. 9th വൺ എന്ന് പറയുന്നത് നാഷണൽ അർബൻ ട്രാൻസ്പോർട്ട് പോളിസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. NUTP, അതായത് ഓരോ നഗരത്തിലുണ്ടാകുന്ന ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് 2006 വന്നിട്ടുണ്ടായിരുന്ന ഒരു പോളിസിയാണിത്. സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ തന്നെ അവർ നോക്കുന്നത്, എങ്ങനെയാണ് ഇതെല്ലാം കോർഡിനേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും എങ്ങനെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതായത് ഗതാഗത ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന നാഷണൽ അർബൻ ട്രാൻസ്പോർട്ട് പോളിസി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ്, ഇന്ത്യയിലുടനീളം നഗരത്തിൻ്റെ ഗതാഗതം കുറച്ചുകൂടി മികച്ചതും കൂടുതൽ എന്താണ് ഓർഗനൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് NUTP ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത്. 10th വൺ എന്ന് പറയുന്നത് കപ്പാസിറ്റി ബിൽഡിംഗ് ഫോർ അർബൻ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റാണ്. ഇത് 2006 ആരംഭിക്കുന്നത്. അതായത് നഗരത്തിൻ്റെ മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്തുക, അതായത് ഇപ്പോൾ പലതരത്തിൽ ഗവേണൻസിൻ്റെ കേസാവട്ടെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള മാനേജ്മെൻറ്റുകളുടെ കേസാവട്ടെ, ഓരോ നഗരത്തിൻ്റെയും പ്ലാനിങ് ആവട്ടെ, അങ്ങനെ ഗവേണൻസ്, ഇപ്പോൾ സേവനങ്ങൾ വിതരണം ചെയ്യുന്നതാവട്ടെ, അപ്പോൾ ഇതിലൊക്കെ തന്നെ എങ്ങനെ ഇവർ ഇത്രത്തോളം കോർഡിനേറ്റഡ് ആയിട്ട് നിൽക്കുന്നു, അതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെ നടക്കുന്നു എന്ന്, അതായത് ഒരു വികസന പദ്ധതി കൊടുക്കുകയാണ്, ഇപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം അവർക്കത് ചെയ്യാൻ വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നഗരത്തിൽ പറ്റും എന്നുള്ള, അതായത് ഒരു കപ്പാസിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു, അതായത് അവരുടെ ടോട്ടൽ മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണെന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ULB എന്ന് പറയുന്നത് ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും പ്രൊജക്റ്റിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ടോട്ടൽ ഇവർക്കൊരു സപ്പോർട്ട് ലഭിക്കുകയാണ് ഈ ഒരു പ്രൊജക്റ്റിലൂടെ, അതായത് ദ കപ്പാസിറ്റി ബിൽഡിംഗ് ഫോർ അർബൻ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിലൂടെ ലഭിക്കുന്നത്. 2006 ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ പ്രദേശത്തും നഗരത്തിലും പോവേർട്ടി കാര്യങ്ങളൊക്കെ തന്നെ അനലൈസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതെങ്ങനെ ഇത് കുറയ്ക്കണമെന്ന് ഇവർ മനസ്സിലാക്കി പലതരത്തിലുള്ള പോളിസീസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ എയിം എന്നും പറയുന്നത്. അടുത്തത് ദ നാഷണൽ അർബൻ സാനിറ്റേഷൻ പോളിസി ഇൻ 2008, അതായത് ദേശീയ നഗര ശുചിത്വ നയം എന്നാണ് ഇതിനെ പറയുന്നത്.
ഇത് 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു ലാസ്റ്റോട് കൂടിയിട്ട് നഗരപ്രദേശങ്ങളിൽ 100% സാനിറ്റേഷൻ, അതായത് ശുചിത്വം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ് 2008 ഇത് നാഷണൽ അർബൻ സാനിറ്റേഷൻ പോളിസി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതായത് നഗരത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക്, അതായത് പാവപ്പെട്ടവർക്കും സ്ത്രീകൾക്കും ഒക്കെ തന്നെ പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് എല്ലാ നഗരവാസികളും സുരക്ഷിതവും ശുചിത്വവുമുള്ള അല്ലെങ്കിൽ ടോട്ടൽ ശുചിത്വ സൗകര്യങ്ങളുള്ള ഒരു എൻവയോൺമെൻറ്റിലാണ് ജീവിക്കുന്നത്. അതായത് എല്ലാവർക്കും, അതായത് ഓരോ പാവപ്പെട്ടവനും, അതായത് അവർക്കായിരിക്കും ഇപ്പോൾ ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഷെൽട്ടറിൽ താമസിക്കാൻ പറ്റാണ്ടിരിക്കുക. അപ്പോൾ അവർക്കും, അതായത് പാവപ്പെട്ടവർക്കും സ്ത്രീകളൊക്കെ തന്നെ അത്രയും ശുചിത്വമുള്ള സൗകര്യത്തോടു കൂടി ജീവിക്കണമെന്ന് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് ദ നാഷണൽ അർബൻ സാനിറ്റേഷൻ പോളിസി വന്നിട്ടുണ്ടായിരുന്നത്. സാധാരണ പൊതുജനത്തിന് ശുചിത്വത്തെക്കുറിച്ചിട്ട് വലിയ ബോധമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു തരത്തിലുള്ളൊരു നോളജ് അല്ലെങ്കിൽ ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തോട്ടിപ്പണി, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഈ തോട്ടിപ്പണീനെ കുറിച്ചിട്ട്. അപ്പോൾ തോട്ടിപ്പണി പോലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. ആക്ച്വലി മാനുവലായിട്ട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു മോശം എന്നല്ല, അതായത് അവരുടെ ഹെൽത്തിന് അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഈ ശുചീകരണ തൊഴിലാളികളൊക്കെ തന്നെ അതിലൊക്കെ അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊണ്ടുവരിക. അതായത് ഓൾറെഡി നിയമപരമായിട്ട് തോട്ടിപ്പണി നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ കുറച്ചുകൂടി എന്ത് ചെയ്യണം, അവർ അപകടങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കിച്ച് കൊടുക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ സർവീസസും പോവേർട്ടി അനുഭവിക്കുന്ന ആൾക്കാരിലേക്കും എത്തിക്കുക. അതുപോലെ പിന്നെ ഉപഭോക്താക്കളുടെ, അതായത് ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളും മുൻഗണനകളൊക്കെ പരിഗണിക്കാതെ വെറുതെ എന്തൊക്കെയോ പ്രൊജക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്ട്, അതായത് ഇപ്പോൾ ഒരു നഗരത്തിലോ അല്ലെങ്കിൽ ആളുകളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്, അതായത് ഏത് തരത്തിലുള്ള ശുചിത്വ സേവനമാണ് അവർക്ക് ആവശ്യമെന്ന് മനസ്സിലാക്കിയിട്ട് അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു ഈ ഒരു 2008 വന്നിട്ടുള്ള നാഷണൽ അർബൻ സാനിറ്റേഷൻ പോളിസിയുടെ ഒരു നയമെന്ന് പറയുന്നത്. മൊത്തത്തിൽ നമ്മൾ ഈ പറയുമ്പോൾ നഗരപ്രദേശങ്ങളിലെ എല്ലാ പൗരന്മാർക്കും ശുചിത്വമുള്ളതും ആരോഗ്യകരമായിട്ടുള്ള ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാക്കിയെടുക്കുക, താമസയോഗ്യമായിട്ടുള്ള ഇടങ്ങളാക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു 2008 വന്നിട്ടുള്ളായിരുന്നു ഈ ഒരു പോളിസി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി അടുത്ത 11ാമത്തെ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജനയാണ്. അതായത് 2022 നഗരപ്രദേശങ്ങളിലെ എല്ലാവർക്കും വീട് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. 2015 ജൂൺ 25 ഇത് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് അവർ പറഞ്ഞത് 2022 കൂടി എല്ലാവർക്കും വീട് നൽകുക എന്നാണ്. അപ്പോൾ സർക്കാർ ആരംഭിച്ചിട്ടുള്ളൊരു സംരംഭമാണിത്. അതായത് സ്ലം ഏരിയയിലുള്ള എല്ലാവർക്കും ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിലെ പാവപ്പെട്ട ആളുകൾക്ക് ഷെൽട്ടർ ഹോംസ് അല്ലെങ്കിൽ ഭവന ആവശ്യങ്ങളൊക്കെ തന്നെ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. മൊത്തം 20 ദശലക്ഷം, അതായത് 20 മില്യൺ ഹൗസിംഗ് യൂണിറ്റ്സ് ആയിരുന്നു അവിടെ. അതായത് ഭവനങ്ങളുടെ കുറവുണ്ടായിരുന്നു. 20 മില്യൺ ഹൗസിങ്ങിന് യൂണിറ്റ്സിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ പരിഹരിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ഈ പറയുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന PMAYയുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിൻ്റെ ബെനഫിഷ്യറീസ് ആയിട്ട് മാറുന്നത്, അതായത് സാമ്പത്തികമായിട്ട് വളരെ പിന്നാക്കം നിൽക്കുന്ന, അതായത് EWS കാറ്റഗറിയിലുള്ള ആൾക്കാർ, താഴ്ന്ന വരുമാനമുള്ള ആളുകൾ, അതുപോലെ ഇടത്തരം വരുമാനമുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ ഒരു പദ്ധതിയിൽ പെടും. ഇപ്പോൾ EWSന് 3 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന താഴ്ന്ന വരുമാനമുള്ള ആളുകൾക്ക്, അതായത് ലോ ഇൻകം ഗ്രൂപ്പ്സിന് വേണ്ടത് 3 to 6 ലക്ഷം രൂപയും, അതുപോലെ MIG എന്ന് പറയുന്ന നമ്മുടെ മിഡിൽ ഇൻകം ഗ്രൂപ്പ്സ് ആണ്, അവർക്കൊരു 6 to 18 ലക്ഷം രൂപയൊക്കെയാണ് വരുമാന പരിധിയായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്ത്രീ അംഗങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ടോട്ടൽ ഒരു ഗ്രൂപ്പ് ഓഫ് സംയുക്തമായിട്ടുള്ള രീതിയിലാണ് വീടുകൾ നൽകുക. അതായത് ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരന്മാർ, SC/ST, അതുപോലെ OBCs, ന്യൂനപക്ഷങ്ങൾ, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ് തുടങ്ങിയിട്ടുള്ള ദുർബല വിഭാഗങ്ങൾക്കൊക്കെ തന്നെ ഈ ഒരു നമ്മൾ ഈ പറയുന്ന PMAY വഴി ഒരു മുൻഗണന നൽകുന്നു. ടോട്ടൽ പറയുകയാണെന്നുണ്ടെങ്കിൽ PMA വഴി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നഗരപ്രദേശങ്ങളുടെ മൊത്തത്തിലുള്ള വികസനത്തിനും അതുപോലെ ക്ഷേമത്തിനും ഒക്കെ തന്നെയാണ് അവർ സംഭാവന നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പോളിസി കൊണ്ടുവന്നത്. നഗരത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് താങ്ങാവുന്ന തരത്തിലുള്ള ഒരു ഷെൽട്ടർ ഹോം നൽകുക, അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നാണ് PMA വഴി അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത് പറയുന്നത് സ്മാർട്ട് സിറ്റീസ് മിഷനെ കുറിച്ചിട്ടാണ്. SCM
SCM. ഓക്കെ, പൗരന്മാരുടെ അതായത് ഓരോ സിറ്റിസൻ്റെയും ജീവിത നിലവാരം ഉയർത്താൻ, ക്വാളിറ്റി ഓഫ് ലൈഫ് ഉയർത്താനും സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ അത് ഒരു അർബൻ ഏരിയയുടെ ഡെവലപ്മെൻ്റ് ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടിട്ട് ഇന്ത്യയിലുടനീളമാണ് സ്മാർട്ട് സിറ്റീസ് എന്ന് പറയുന്ന ഒരു പദ്ധതി വികസിപ്പിച്ചിട്ട് വന്നത്. 2015 ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ള ഒരു സംരംഭമാണിത് പറയുന്നത്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് the main aim of this mission to develop smart cities that provide core infrastructure, a clean environment and a high quality of life for citizens through the application of smart solutions. ഓക്കെ, അതായത് സ്മാർട്ട് സിറ്റികൾ വഴി അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് സ്മാർട്ട് സൊല്യൂഷൻസ് എന്ന് പറയുന്നതിലൂടെ ഓരോ സിറ്റിസനും അടിസ്ഥാന സൗകര്യങ്ങൾ, നല്ല അന്തരീക്ഷം, ഉയർന്ന ജീവിത നിലവാരം തുടങ്ങിയവയൊക്കെ നൽകിയിട്ട് ഒരു സ്മാർട്ടായിട്ടുള്ള സിറ്റി, അതായത് എല്ലാ ആളുകൾക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റി സ്മാർട്ടാവും, അതാണ് അതിൽ പറയുന്നത്. ഇതിന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുള്ള ഒരു 100 സ്മാർട്ട് സിറ്റികളുടെ വികസനത്തിനും 500 നഗരങ്ങളുടെ പുനരുജ്ജീവനത്തിനും വേണ്ടിയിട്ട് എത്രയോ കോടിക്കണക്കിന് രൂപയാണ് ധനസഹായമായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആദ്യ വർഷം ഇവർക്ക് 200 കോടിയും പിന്നെ അടുത്ത 3 വർഷത്തേക്ക് പ്രതിവർഷം 100 കോടി വെച്ചിട്ടൊക്കെ ഇവർക്ക് ധനസഹായം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ നഗരങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രദേശത്തുമുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ പോളിസീസ് കൊണ്ടുവരാം, അങ്ങനത്തെ ഓരോ തന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെയാണ് ഈ ഒരു മേഖലയിൽ മൊത്തത്തിലുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിൽ കൊണ്ടുവരണം എന്നിട്ടാണ് ഇവർ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ജലവിതരണം, ശുചിത്വം, വൈദ്യുതി, അതുപോലെ ഷെൽട്ടേഴ്സ്, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, ഭരണം, അതായത് ഗവേണൻസ്, എൻവയോൺമെൻറ്റ്, സെക്യൂരിറ്റി, ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനും ഒക്കെ തുടങ്ങിയ മേഖലകളിലൊക്കെയാണ് ഈ ഒരു മിഷൻ മെയിനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഈ പറയുന്ന സിറ്റിസൺസിൻ്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ പ്രദാനം ചെയ്യുന്നതിലൂടെ നമ്മൾ ഈ പറയുന്ന നഗരപ്രദേശങ്ങൾ എന്ന് പറയുന്നത് എന്താണ് കുറച്ചുകൂടി ആരോഗ്യകരവും വാസയോഗ്യമൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ഒരു സിറ്റിസൺസൊക്കെ തന്നെ കുറച്ചുകൂടി എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയും എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നിട്ടൊരു മൊത്തത്തിലുള്ളൊരു മാറ്റമാണ് സ്മാർട്ട് സിറ്റി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് വാട്ട് ഈസ് സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മൊത്തത്തിലൊരു സാനിറ്റേഷൻ പോളിസി കൊണ്ടുവന്ന് എല്ലാവരുടെയും ശുചിത്വം ഉറപ്പാക്കുക, അതായത് തുറസായിട്ടുള്ള സ്ഥലത്ത് മലമൂത്ര വിസർജനം ഇല്ലാതാക്കുക, ഇതൊക്കെ തന്നെ ലക്ഷ്യമിട്ടിട്ട് 2014 നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ള ഒരു സംരംഭമാണ് സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് 2019 കൂടിയിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ 100 ദശലക്ഷത്തിലധികം ടോയ്ലറ്റ്സ് നിർമ്മിക്കുക, അതുപോലെ ഡ്രെയിനേജ് സിസ്റ്റങ്ങൾ, വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതൊക്കെ തന്നെ ഉറപ്പുവരുത്തുക. അതായത് ഇപ്പോൾ തുറസായ സ്ഥലത്തുള്ള മലമൂത്ര വിസർജനം ഇല്ലാണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതുപോലെ ഈ മാലിന്യം കൈകൊണ്ട് തള്ളുക അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ലാണ്ടിരിക്കുക, പിന്നെ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഇല്ലാതിരിക്കുക, പിന്നെ എപ്പോഴും പബ്ലിക്കിന് ശുചിത്വത്തെക്കുറിച്ച് കുറച്ചുകൂടി അവബോധം വരുത്തുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പൊതു ടോയ്ലറ്റുകൾ, അതുപോലെ സംസ്കരണ യൂണിറ്റുകൾ, പിന്നെ പലതരത്തിലുള്ള ക്യാമ്പയിൻസ്, ഇതൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടി അവരെന്ത് ചെയ്യും, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ടോട്ടൽ നമുക്ക് സ്വച്ഛ് ഭാരത് മിഷനിൽ പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രാൻഡ് അംബാസഡേഴ്സ് ഒക്കെ ഉണ്ടാവും, അതായത് ഇതൊക്കെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി പൊതുവായിട്ടുള്ള, അപ്പോൾ സിനിമാ നടന്മാർ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ പൊതുവായിട്ടുള്ള കുറച്ച് വ്യക്തികളെ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിനൊക്കെ ഇതിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അംബാസഡേഴ്സായിട്ട്. മൊത്തത്തിൽ എല്ലാ പൗരന്മാരും ശുചിത്വവും ആരോഗ്യകരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കുക, ഇന്ത്യയിലുടനീളം ശുചിത്വ രീതികളും കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു സ്വച്ഛ് ഭാരത് മിഷൻ്റെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ദ ഹെറിറ്റേജ് സിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് അഗ്മെൻറ്റേഷൻ യോജനയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ കുറച്ച് ഹെറിറ്റേജ് ആയിട്ടുള്ള കുറേ നഗരങ്ങളുണ്ട്. നമ്മൾ മുമ്പ് റിലീജിയസ്ലി അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ തന്നെ ഫേമസ് ആയിട്ടുള്ള നഗരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യയിലെ പൈതൃക നഗരങ്ങളുടെയൊക്കെ തന്നെ ഒരു ഡെവലപ്മെൻറ്റ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് ഹെറിറ്റേജ് സിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് ഓഗ്മെൻറ്റേഷൻ യോജന എന്ന് പറയുന്നത്. സോ അതിൻ്റെ പ്രധാന
വശം എന്ന് പറയുന്നത് പൈതൃക നഗരങ്ങളെയൊക്കെ തന്നെ സംരക്ഷിക്കുക, അതൊക്കെ തന്നെ പുനർജീവിപ്പിക്കുക എന്നൊക്കെ തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പൈതൃകം എന്ന് പറയുന്നത് അസറ്റുകളുടെ സംരക്ഷണം മാത്രമല്ല, അത് നവീകരിച്ച് ഒരു നല്ല രീതിയിൽ കൊണ്ടുവരിക, ശുചിത്വം ഉറപ്പാക്കുക, സെക്യൂരിറ്റി ഉറപ്പാക്കുക. അപ്പോൾ ടൂറിസ്റ്റ് രീതിയിലൊക്കെ നോക്കുമ്പോൾ അതെല്ലാം തന്നെ എന്ത് ചെയ്യുക, കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ആ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങളെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു. അതുപോലെ തന്നെ കുറച്ചുകൂടി ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള റോഡുകൾ, അപ്രോച്ച് റോഡുകൾ കൊണ്ടുവരിക, ഡ്രെയിനേജ് സിസ്റ്റം, ഫുട്പാത്ത്, ലൈറ്റിങ്, ശുചിത്വം, ജലവിതരണം, ഈ നമ്മൾ പറയുന്ന മാലിന്യ സംസ്കരണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ഒരു പ്രധാന നമ്മൾ പറഞ്ഞിട്ടുള്ള പൈതൃക നഗരങ്ങളെയൊക്കെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇപ്പോൾ അജ്മീർ, അമൃത്സർ, വാരണാസി തുടങ്ങിയിട്ടുള്ള 13 നഗരങ്ങളെയാണ് ആദ്യം ഇവർ ഈ പദ്ധതിക്ക് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്നാണ് ഇവർക്ക് ധനസഹായം ലഭിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് വൃത്തിയും ശുചിത്വവും, നല്ല ഒരു അന്തരീക്ഷം ലഭിക്കുന്നു, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവുന്നു, പിന്നെ നമ്മുടെ നമ്മളിപ്പോൾ പറയുന്ന ഹെറിറ്റേജ് അതിനെ സംരക്ഷിക്കുന്നു. ഇതൊക്കെ തന്നെ ഒരുപാട് വിനോദസഞ്ചാരികളെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളാണ്. മൊത്തത്തിൽ നമ്മുടെ ഹെറിറ്റേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നഗരവികസനമായിട്ട് ഒക്കെ തന്നെ അത് ലിങ്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് ടോട്ടലി ഒരു ഇക്കണോമിക്കൽ ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു ദ ഹെറിറ്റേജ് ഓഫ് സിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് ഓഗ്മെൻറ്റേഷൻ യോജനയിൽ മെയിനായിട്ട് പറയുന്നുണ്ടായിരുന്നത്. അടുത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നഗരവികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികളെയും നയങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആണ്. അത് 1951 to 56 വരെയാണ്. ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഹോംസ് ഫോർ ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് വീക്കർ സെഷൻസ്. അതായത് നമ്മളീ പറയുന്ന സർക്കാർ ജീവനക്കാർക്കും അതുപോലെ ദുർബല വിഭാഗത്തിലെല്ലാവർക്കും വേണ്ടിയിട്ട് സ്ഥാപനങ്ങൾ നിർമ്മിക്കുക, ഭവനങ്ങൾ നിർമ്മിക്കുക, ഇതിലായിരുന്നു അവരുടെ 1-ാം പഞ്ചവത്സര പദ്ധതിയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു അർബൻ ഡെവലപ്മെൻറ്റിൻ്റെ രീതിയിൽ കേട്ടോ. അതായത് എന്താണ് 1-ാം പഞ്ചവത്സര പദ്ധതി എന്നല്ല നമ്മൾ പറയുന്നത്. ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ അർബൻ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ 2-ാം പഞ്ചവത്സര പദ്ധതിയിൽ പറയുന്നത് പ്രയോറിറ്റി ഗിവൺ ടു ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സ് ടു പൊട്ടൻഷ്യൽ അർബനൈസേഷൻ ഹബ്സ്. അതായത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യവസായിക കേന്ദ്രങ്ങൾക്ക് നമ്മൾ ഈ അർബനൈസേഷനുള്ള സാധ്യതകളൊക്കെ കൊണ്ടുവന്നിട്ട് അതിനൊരു കേന്ദ്രമാക്കിയിട്ട് മുൻഗണന നൽകുന്നു. കുറച്ചുകൂടി നഗരത്തിൻ്റെ പ്ലാനിങ്ങും അതുപോലെ തന്നെ കൺസ്ട്രക്ഷനും ഒക്കെ തന്നെ കുറച്ചുകൂടി മാസ്റ്റർ പ്ലാൻസ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ അർബൻ ഡെവലപ്മെൻറ്റിന് വേണ്ടി അവർ ചെയ്തത്. തേർഡ് 5 ഇയർ പ്ലാനിൽ വന്നിട്ടുണ്ടായിരുന്നത് പ്രിപ്പറേഷൻ ഓഫ് മാസ്റ്റർ പ്ലാൻസ് ഫോർ സിറ്റീസ് ആൻഡ് സ്ട്രെങ്തനിങ് ഫിനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട്സ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നഗരങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുക, സാമ്പത്തികവും ഭരണപരവുമായിട്ട് രീതിയിൽ അതൊക്കെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു. അതുപോലെ നഗരത്തിലുണ്ടാവുന്ന സ്ലം ഏരിയയിലുണ്ടാവുന്ന സാമൂഹിക പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി കുറച്ച് ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ കൊണ്ടുവരാം. 4-ാം പഞ്ചവത്സര പദ്ധതിയിൽ കുറച്ചുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പട്ടണങ്ങളെയൊക്കെ തന്നെ ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരിക, അതുപോലെ തന്നെ സ്ലംസിൻ്റെ ഒക്കെ ഒരു എൻവയോൺമെൻറ്റ് മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ഫിഫ്ത്ത് 5 ഇയർ പ്ലാനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈ വളരെ ചെറിയ പ്രദേശങ്ങളിൽ പോലും ഭൂമിയുടെ വില, അതായത് ഭൂമിയുടെ വില എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും, അപ്പോൾ അത് നിയന്ത്രിക്കുക. അതുപോലെ തന്നെ IUDP അതായത് ഇൻ്റഗ്രേറ്റഡ് അർബൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലൊക്കെ തന്നെ പലതരത്തിലുള്ള സേവനങ്ങളും സ്കീമുകളും കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതുപോലെ നെഹ്റു എംപ്ലോയ്മെൻറ്റ് സ്കീമിനെ കുറിച്ച് പറയുന്നുണ്ട്, NRY. അതായത് നഗരങ്ങളിലെ ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ, അതുപോലെ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരിക, പാർപ്പിടത്തിൻ്റെയൊക്കെ നവീകരണത്തിന് തുടങ്ങിയ രീതിയിലൊക്കെ കുറച്ചുകൂടി അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു നെഹ്റു എംപ്ലോയ്മെൻറ്റ് സ്കീമിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. 7-ാം പഞ്ചവത്സര പദ്ധതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ചുകൂടി പ്രൈവറ്റൈസേഷനാണ്. അതായത് സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സംരംഭങ്ങൾ കൊണ്ടുവരിക, തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിനൊക്കെ തന്നെ ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവരിക എന്നുള്ളതൊക്കെയായിരുന്നു. 8-ാം പഞ്ചവത്സര പദ്ധതിയിലെ ദേശീയ നഗര നയം, അതായത് 74-ാം ഭരണഘടനയെക്കുറിച്ചിട്ടൊക്കെയാണ് അതിൽ പറയുന്നത്. ഭേദഗതി, 74-ാം ഭരണഘടനാ ഭേദഗതി നമ്മളിത് ഓൾറെഡി കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് പ്രധാനമന്ത്രിയുടെ ഒരുപാട് ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളൊക്കെ കൊണ്ടുവന്നിട്ട്
ഈ ചെറിയ പട്ടണങ്ങളിലും നഗരങ്ങളിലൊക്കെ തന്നെ ദാരിദ്ര്യ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളതും കൂടി ഉണ്ടായിരുന്നു. 10ാമത്തെ മീൻസ് നമ്മുടെ 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. അതിലെന്ന് പറയുന്നത് നമ്മുടെ അർബൻ ലോക്കൽ ബോഡീസിനെയൊക്കെ തന്നെ സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്യുക, എന്നിട്ട് അവരെയൊക്കെ തന്നെ കോർഡിനേറ്റ് ചെയ്ത് നിർത്തുക, ചെറിയ പട്ടണങ്ങൾക്കൊക്കെ തന്നെ ഒരുപാട് സൗകര്യങ്ങൾ ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓവറോൾ എല്ലാം പറയുകയാണെന്നുണ്ടെങ്കിൽ നഗരത്തിൻ്റെ വികസനത്തിൻ്റെ വെല്ലുവിളികളെയൊക്കെ തന്നെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ സംരംഭങ്ങളൊക്കെ തന്നെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇതെന്താണ് 5 ഇയർ പ്ലാൻസ് എന്നല്ല പറയണത്, അതിൽ അർബൻ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നതാണ്. ജസ്റ്റ് നോക്കിയാൽ മതി, വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. ഇനി അടുത്തത് എന്ന് പറയുന്നത് എഫക്ട്സ് ഓഫ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ ആണ്. നമ്മളിത് പറഞ്ഞ് തഴമ്പിച്ച കാര്യമാണ് നമ്മൾ ഈ അർബൻ എക്കണോമിക്സ് പഠിക്കുമ്പോൾ തന്നെ. സോ അതിൽ പോസിറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് മൈഗ്രേഷൻ ടു അർബൻ ഏരിയാസ് ആണ്. അതായത് മെച്ചപ്പെട്ട അവസരങ്ങൾ തേടിയിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യുന്നു, നഗരപ്രദേശങ്ങളിലേക്ക് കുടിയേറുന്നു. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കുറച്ചുകൂടി നല്ല ഗതാഗതവും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് വന്നതിനെക്കുറിച്ചിട്ട്, എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് വന്നതിനെക്കുറിച്ച്, ജീവിത നിലവാരത്തിൽ നല്ലൊരു വർധനവ്, അതായത് നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടായി എന്നൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവിൽ പറയുന്നത്. ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെഗറ്റീവ് ഇമ്പാക്ട്സിൽ പറയുന്നത് സ്ലമ്മിലുണ്ടാവുന്ന, അതായത് ചേരികളിലുണ്ടാവുന്ന ഷെൽട്ടറിൻ്റെയൊക്കെ തന്നെ, അതായത് ഹോംസിൻ്റെയൊക്കെ തന്നെ ഷോർട്ടേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ചലഞ്ചസ്, അതായത് മലിനീകരണവും അപകടവും ഗതാഗത കുരുക്കുകളൊക്കെ ഉണ്ടാവുന്നു. പിന്നെ മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നങ്ങളെക്കുറിച്ചിട്ട്, ജലവിതരണത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ട്, അതായത് പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ട് ജലക്ഷാമത്തിലും മലിനീകരണമൊക്കെ ഒരുപാട് ഇഷ്യൂ ആയിട്ട് മാറുന്നു. പാരിസ്ഥിതികമായിട്ടുള്ള പലതരത്തിലുള്ള തകർച്ചയെന്ന് പറയുന്നുണ്ട്. പിന്നെ പലതരത്തിൽ ഇപ്പോൾ ഭൂമിയുടെ വില വർദ്ധിക്കുന്നു, ഭവനത്തിൻ്റെ ചിലവ് വർദ്ധിക്കുന്നു, അങ്ങനെ താഴ്ന്ന ഇടത്തരം വരുമാനക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് വരുന്നു. ഇതൊക്കെ ഒരു അർബനൈസേഷൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഈ പറയുന്ന അർബൻ ഏരിയാസിൽ തൊഴിലില്ലായ്മ അനുഭവപ്പെടുന്നതും അതൊരു പ്രശ്നമാണ്. പിന്നെ പോപ്പുലേഷനിൽ ഉണ്ടാവുന്ന ഗ്രോത്ത്, അതായത് ഈ ഒരു പെട്ടെന്നുള്ള അർബനൈസേഷൻ കൂടെ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയിലേക്ക് അത് മാറാൻ വേണ്ടി വരുന്നു. പിന്നെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന അർബൻ ക്രൈംസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. കാരണം നഗരപ്രദേശങ്ങളിൽ ഒരുപാട് അസമത്വങ്ങളിലൊക്കെ നിന്നിട്ട് വരുമ്പോൾ സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള അസമത്വങ്ങളൊക്കെ അർബൻ ക്രൈംസിലേക്ക് നയിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പോസിറ്റീവും നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്സ്. ഞാനിത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഒന്നും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് 4th മൊഡ്യൂൾ എന്ന് പറയുന്നത്.